ഇനി മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് SDPI യോഗത്തിൽ നടന്നത് നാടകീയ സംഭവങ്ങൾ. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച KM അഷ്റഫ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പിൻവാങ്ങാനുള്ള തീരുമാനം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ സമ്മർദ്ദത്തെ തുടർന്നെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് പറഞ്ഞു. എന്നാൽ തീരുമാനത്തിന് പിന്നിൽ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയുമാണെന്ന് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ ആരോപിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഏതാനും ചില മണിക്കൂറുകൾ പിന്നീട് മുൻപേ തന്നെ SDPIയുടെ പ്രാദേശിക ഘടകവും സംസ്ഥാന കമ്മിറ്റിയും രണ്ട് ധ്രുവങ്ങളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ആദ്യഘട്ടത്തിലേക്ക് കാണാൻ സാധിച്ചത്. ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു പുനർവിചിന്തനം വേണമെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് സംസ്ഥാന കമ്മിറ്റി ആദ്യ ഘട്ടത്തിൽ തന്നെ കടന്നു പോകുന്ന സമയത്ത് എന്നാൽ യാതൊരു തരത്തിലും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലേക്ക് തന്നെയാണ് അഷ്റഫ് ഉറച്ചു പോയിരുന്നത്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്ന രീതിയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചുമതലയുമായാണ് സംസ്ഥാന നേതാക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയത്. അത് ആദ്യഘട്ടത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രവർത്തക യോഗത്തിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ അഷ്റഫിന്റെ മുഖത്ത് ആ ഒരു നീരസവും വിമുഖതയും ഒക്കെ തന്നെ കണ്ടതാണ്. മാധ്യമങ്ങളോടൊക്കെ തന്നെ പ്രതികരിക്കുന്ന സമയത്ത് സംസ്ഥാന പ്രസിഡന്റ് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ള ഒരു പ്രതികരണവുമായാണ് അദ്ദേഹം മുകളിലേക്ക് യോഗത്തിനായി വ്യാപാര ഭവനിലേക്ക് കയറി പോകുന്നത്. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ യോഗം ആരംഭിച്ച് ഏതാനും ചില നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അദ്ദേഹത്തിന് മുഖത്ത് ആ ഒരു രോഷമൊക്കെ തന്നെ അമർഷവും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം ജില്ലാ കൗൺസിലിൽ നിന്ന് പോലും രാജിവെക്കുന്നു എന്നുള്ള ഒരു പരസ്യ പ്രതികരണം നടത്തിയ ശേഷം കളക്ടറേറ്റിലേക്ക് പോവുകയും അവിടെ നിന്ന് നോമിനേഷൻ പിൻവലിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ K സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിൽ പ്രതികരണവുമായി എത്തി. ആദ്യമേ ഇതൊരു ഡീലാണ് എന്നുള്ള രീതിയിൽ UDFും SDPIയും തമ്മിലുള്ള ഡീലാണ്. അതിൽ VD സതീശനും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇടപെടലിനെ കുറിച്ചടക്കം അദ്ദേഹം വാചാലനായി. അതിനുശേഷമാണ് പിന്നീട് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു. അതിൻ്റെ കൺവീനറായ PMA സലാമിൻ്റെ ഭാഗത്ത് നിന്നടക്കം നിരന്തരമായ സമ്മർദ്ദമുണ്ടായി എന്നുള്ള സൂചനകളടക്കം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.